അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ ഇബ്ലീസിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷ വേണം. മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് എത്ര വലിയ കൊമ്പനാണെങ്കിലും ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ നമ്മുടെ മരണവേളയിൽ ഇബ്ലീസിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. കാരണം എത്ര വലിയ മഹാന്മാരായാലും അവരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാം, അവർ മരിക്കുന്ന സമയത്ത് അവരെ ഈമാന് തട്ടിയെടുക്കാൻ വേണ്ടി ഇബ്ലീസ് സ്ഥലത്തെത്തിപ്പോയി. അറിയില്ലേ ഇമാം റാസി റളിയല്ലാഹു അൻഹു ആരാണ്? ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ മഹാനല്ലയോ? പരിശുദ്ധ ഖുർആനിന് എത്രയോ വാല്യങ്ങളുള്ള ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം രചിച്ച മഹാനാണ്. ആ ഇമാം റാസി റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് അതാ ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു അവിടെ നിസ്കരിക്കുകയാണ്. റാസി ഇമാം കട്ടിലിന്മേൽ കിടക്കുകയാണ്, സുഖമില്ലാതെ, മരണമാസന്നമായ നേരമാണ്. അവിടെ കണ്ടോ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത് നിസ്കരിക്കുകയാണ്. ആ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു കാലുകൊണ്ട് റാസി ഇമാമിനെ കാലുകൊണ്ട് ചവിട്ടിയല്ലേ. സുബ്ഹാനല്ലാഹ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റാസി റളിയല്ലാഹു അൻഹു ചോദിച്ചു ഇബ്നുൽ അറബിയോട്, അല്ലയോ ഇബ്നുൽ അറബി, നിങ്ങൾ വലിയ മഹാനാണല്ലോ, വലിയ ഇമാമാണല്ലോ, വലിയ സൂഫിയാണല്ലോ, നിങ്ങൾക്കറിയില്ലേ നിസ്കരിക്കുന്ന സമയത്ത് ചവിട്ടാൻ പാടില്ല എന്ന്? ആ സമയത്ത് ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ ഇമാം റാസി, എനിക്കറിയാം നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല ഒരൊറ്റ സമയത്തും മനുഷ്യനെ ചവിട്ടാൻ പാടില്ല എന്നത് എനിക്കറിയാം. പക്ഷേ ഞാൻ നിങ്ങളെ ചവിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങളതാ കിടന്ന സമയത്ത്, നിങ്ങൾ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് നിങ്ങളെ തൊട്ടടുത്ത് വന്ന് ഇബ്ലീസ് ഇരിക്കുന്നത് ഞാൻ കണ്ടു. കാരണം നിങ്ങളുടെ ഈമാനെ കവർന്നെടുക്കാനാണ്, നിങ്ങളുടെ ഈമാനെ കവർന്നെടുക്കാനാണ്. ആ ഈമാനെ കവർന്നെടുക്കാൻ വേണ്ടി ഇബ്ലീസ് നിങ്ങളുടെ തൊട്ടടുത്ത് വന്ന് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് ഇബ്ലീസ് അവിടുന്ന് എണീറ്റു പോകാൻ വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെ കാലുകൊണ്ട് ചവിട്ടിയത് കേട്ടോ. നിങ്ങൾ നോക്കൂ, ആരാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു? വലിയ മഹാനല്ലേ? ഇത്രയും വലിയ മഹാനായിട്ട് പോലും റാസി ഇമാം വഫാത്താകുന്ന സമയത്ത് മഹാനവരുകളുടെ ഈമാനെ കവർന്നെടുക്കാൻ ഇബ്ലീസ്